എനിക്കോ താങ്കൾക്കോ ചിലപ്പം ഭാര്യയോട് പണ്ട് പെരുമാറുന്ന പോലെ തന്നെ തുടർന്ന് പെരുമാറാൻ പറ്റിയേക്കാം. നമ്മുടെ മക്കൾക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്കൊക്കെ പെണ്ണ് കിട്ടുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതാണ് പ്രശ്നം. അതന്നെയാണ് ഈ പറഞ്ഞത്. അപ്പൊ അവിടെ കല്യാണത്തിന് മുമ്പ് വ്യവസ്ഥകൾ ഉണ്ടാവും. ഇനി മനസ്സിലായില്ലേ? വ്യവസ്ഥകൾ ഉണ്ടാവും. നിന്റെ തുണി നീ തന്നെ അലക്കിക്കോണം, അങ്ങനെ ഉണ്ടെ ഞാൻ നിന്നെ കെട്ടാം എന്ന് പെൺകുട്ടി പറയുന്ന ഒരു കാലം വരും. കാലമായി, ഇപ്പൊ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ തുല്യത എന്നൊക്കെ പറയുന്ന സാധനത്തിന് വേണ്ടി ഇനി പഴയ നൂറ്റാണ്ടിലേക്കൊന്നും പോകണ്ട. അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇത് മാറിയത് അറിയാത്ത കുറച്ചാളുകളേ ഉള്ളൂ, കുറച്ചാളുകളുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചില കാര്യങ്ങളിൽ നമ്മളെ തളച്ചിടേണ്ടത് ചില സംവിധാനങ്ങളുടെ ആവശ്യമാണ്. ഇപ്പോ നല്ല എയർ കണ്ടീഷൻഡ് ബസ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് എല്ലാ ദിവസവും ഓരോ മണിക്കൂറുകൾ ഇട്ട് ഓടുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലുള്ള ഏറ്റവും മികച്ച ഗതാഗത സംവിധാനങ്ങൾ, നല്ല എക്സ്പ്രസ് ഹൈവേ അല്ലെങ്കിൽ 6 വരി പാത, അതിലൂടെ ഇങ്ങനെ പാഞ്ഞു പോകുന്ന 120 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന എയർ കണ്ടീഷൻഡ് കോച്ചുകൾ നല്ല ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു വശം ഉണ്ടായിരിക്കുകയും, അപ്പുറം നമ്മുടെ പഴയ KSRTC ബസ് ഇതേ റൂട്ടിൽ ഇതേ വാഹനങ്ങൾ, അവരുടെ ട്രഡീഷണൽ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ KSRTC എപ്പോഴും പ്രഖ്യാപിക്കുന്നതും പറയുന്നതും KSRTC ആണ് ഏറ്റവും ബെസ്റ്റ് എന്നും ഇതിൽ വേണം എല്ലാവരും കയറാൻ നല്ലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അതല്ല, ഞങ്ങൾ പഴഞ്ചനായിപ്പോയി അതുകൊണ്ട് നിങ്ങൾ മറ്റേ ബസ്സിൽ പൊക്കോ എന്ന് പറഞ്ഞാൽ ആ പ്രസ്ഥാനം പൂട്ടില്ലേ? അവരുടെ ജോലി പോകും. അപ്പോൾ ഇതാണ് പ്രശ്നം.